സത്യനാരായണൻ, ഈ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? നീതി ഉറപ്പാക്കപ്പെട്ടു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇന്നത്തെ കോടതി വിധിയിലൂടെ നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചിട്ടുണ്ട്. കാരണം 14 പ്രതികളെ അത് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണെങ്കിലും ഒരു 10 പ്രതികളെ, ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10 പ്രതികളെ വെറുതെ വിട്ടതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾക്ക് അത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ല. കാരണം ഇവരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പരമാവധി തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ ഇല്ലകാലം ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ തക്കതായ ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അത് ഇനിയും ഇതിൻ്റെ 3-ാം തീയതി ജനുവരി 3-ന് ശിക്ഷാവിധി പ്രഖ്യാപിച്ച ഉടനെ നമ്മുടെ പ്രോസിക്യൂട്ടറുമായി അതുപോലെ നമ്മൾ അഡ്വക്കേറ്റുമാരുമായും ആലോചിച്ച് ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും അതിന് തുടർ നടപടികളിലേക്ക് അതിന് ശേഷം നമ്മൾ ചിന്തിക്കാം, ആലോചിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്തു തന്നെ ആയാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം അത്രയ്ക്കും നീചമായ എത്രയും വേദനാജനകമായ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇല്ലാണ്ടാക്കി മറ്റ് തലമുറയൊക്കെ സ്വസ്ഥത കൊടുക്കാതെ ഈ നാടിന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എല്ലാ ഭയാനകമായ ഒരു നാടിനെ അന്തഛിദ്രമാക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു മോചനം നേടാൻ എല്ലാവരും തലമുറയ്ക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിധി ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി ഈ കേരളത്തിൽ പോയി എവിടെ പോയാലും ഈ രാഷ്ട്രീയ കൊലപാതകം എന്നേക്കുമായി നിർത്തുന്ന രീതിയിലേക്കുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെ മക്കളെ തിരിച്ചു കിട്ടൂല, അത് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഇനിയുള്ള കാലം നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, വരുന്ന തലമുറക്കെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന രീതിയിലേക്കുള്ള ശിക്ഷാവിധിക്ക് വേണ്ടി ഞങ്ങൾ ശരി. എനിക്ക് കൃപേഷിന്റെ പിതാവ് ശ്രീ കൃഷ്ണൻ കല്യോട്ടിനോടും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. കൃഷ്ണേട്ട, ഈ വിധി വന്നതോടുകൂടി ഇരുവർക്കും നീതി ലഭിച്ചു? ഹലോ, 24 പ്രതികളിൽ 14 പ്രതികളെയാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. അതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഈ 10 പ്രതികൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമാണ്. ഇത് എല്ലാ ഗൂഢാലോചനയിലും പങ്കെടുക്കുന്നവരാണ്. ഇവരവിടുത്തെ ഒരു ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ഇല്ല ആൾക്കാരാണ്. പക്ഷെ അവരെ ഒഴിവായത് എന്തുകൊണ്ട് എന്നല്ലേ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിന് എന്ത് പറ്റിയതെന്ന് അറിയില്ല. അപ്പോൾ ഈ 14 പേർക്ക് ശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് 2-3 പേര്. ഈ 3 പേര് ഒത്താശയിൽ പങ്കെടുത്തു. വെളുത്തുള്ളി പോയി തെളിവ് നശിപ്പിക്കുന്ന പോലീസുകാരെ കയ്യിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കാനും ഇറക്കി കൊണ്ടുപോകാനും എല്ലാം ശ്രമിച്ചവരാണ്. അപ്പോൾ ഇവരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതൊരു അവർക്ക് CPM-ന്റെ ചെറുപ്പക്കാർക്കൊരു മെസ്സേജാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഇവർ ഈ നേതാക്കന്മാരെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കൊലപാതകവും കൈവെട്ടും കാലുവെട്ടും എല്ലാം നടത്തുന്നത്. എന്നുവെച്ചാൽ എന്ത് ചെയ്താലും ഇവർക്ക് സഹായിക്കാൻ സ്റ്റേഷനിലെത്തുന്ന ആൾക്കാരുണ്ട്. അവരെ പോലീസുകാർ പിടിക്കൂല, അത് ചെയ്യാതെ അവരെ പ്രതികർക്കും. അങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് ഇവർക്ക് വലിയൊരു നേട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയാൻ മതി, ചെറുപ്പക്കാർക്ക് തിരിച്ചറിയാം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശരിയല്ല. ചെയ്തു കഴിഞ്ഞാൽ ഇതുമാതിരി ഇപ്പം കിടക്കുന്ന 6 കൊല്ലം വരെ കിടന്നവരുണ്ട്, കുറച്ച് കൊല്ലം കിടന്നവരുണ്ട്. ഇതുമാതിരി കിടക്കേണ്ടി വരും. ഭരണമുണ്ടായിട്ടോ പാർട്ടി നേതാക്കന്മാരുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നിയമമാണ്, നിയമങ്ങൾ ആണ് വലുത്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നില്ലേ ഒരു മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ കോടതി നിയമ പോരാട്ടത്തിലെ കൂടിയിട്ടാണ് ഈ നീതി വാങ്ങിച്ചത്. വെച്ചാൽ നീതി ഞങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട ഗവൺമെന്റ് ഈ പ്രതികൾക്ക് വേണ്ടി കോടികൾ ഉറുപ്പ്യ വാരി ഖജനാവ് നിർത്തി ചെലവാക്കിയത് ഇനിയും ചെലവാക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ ആരെ കൂടെ നിൽക്കുന്നത്? ഈ ജനങ്ങളല്ലേ. ഇപ്പോൾ എല്ലാ മുമ്പല്ലാണെങ്കിൽ ഒന്നും അറിയില്ല, ജനങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയില്ല.
ഒരു പത്രം ഒരു ഇത് നോക്കി ഇപ്പോൾ ചാനലിലെ കൂടി പത്രത്തിലെ കൂടി എല്ലാ ചെറിയ കുഞ്ഞു കുട്ടികൾ പോലും ഭക്ഷണം വായിക്കാൻ അറിയുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയും എല്ലാ സ്ഥിതിയും എല്ലാം അറിയുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളും മനസ്സിലാക്കും. അത് ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ ഒരു കൊലപാതകമോ കൈവെട്ടോ കാലവെട്ടോ ഇപ്പോൾ ഒരു 6 കൊല്ലമായിട്ട് CPM കയ്യിൽ നിന്നില്ല. അതാണ് ഇതിനോട് കൂടി അവർ പറഞ്ഞ് ഈ കൊലാളികളൊക്കെ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഒരു ആയിപ്പോയാൽ 15 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ജയിലിൽ കിടക്കും, പിന്നെ പുറത്ത് വരും. 3 പേരും കൂടി ലിസ്റ്റിൽ ഞങ്ങളെ കയ്യിലുണ്ട്, 3 പേരും കൂടി വധിക്കാനുണ്ട് ഈ ലിസ്റ്റിൽ എന്നാണ് അവരെ ആൾക്കാർ കാണാൻ പോയ ജയിലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് മെസ്സേജ് കൊടുത്തത്. അത് ഞങ്ങൾ നാട്ടിൽ വന്ന് പറയും ഇന്ന് 3 പേരും അവർ ലിസ്റ്റിലുണ്ടോലും എന്നെ കൊല്ലാൻ ആണെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ശരിക്കും മനസ്സിലായി ആരുണ്ടായിട്ടും ഏത് നേതാവുണ്ടായിട്ടും ഏത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടും കാര്യമില്ല, നിയമത്തിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നീതി മേടിക്കാൻ പറ്റും. പ്രതികൾക്ക് അമ്മമ്മ കൊല ചെയ്ത ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ മെസ്സേജ് അവർക്ക് ശരിക്കും നല്ലൊരു മെസ്സേജാണ് കോടതി കൊടുത്തത്. ശരി, ശ്രീ സത്യനാരായണൻ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ഭാഗം. എന്നാൽ ഇത് വ്യക്തിവൈരാഗ്യം മൂലം സംഭവിച്ചതാണ് എന്നതായിരുന്നു CPM നിരന്തരം ഉന്നയിച്ചിരുന്ന ഒരു വാദം. ഈ കൊലപാതകത്തിലെ CPMന്റെ പങ്ക് തെളിഞ്ഞു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് കോടതിക്ക് തെളിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CBIക്ക് ഇതിന് മുമ്പേ തന്നെ കുറ്റപത്രത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമെന്ന് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതവർക്കും ബോധ്യമായിട്ടുണ്ട്, കോടതിക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെടാതെ ഇവിടുത്തെ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ മൊത്തം ജനങ്ങൾക്കും ഇത് അറിയപ്പെടുന്നവർക്കൊക്കെ ഇത് കൊലപാതകം എന്ന് അറിയാം. ഞങ്ങൾക്ക് വ്യക്തമായി കണ്ടതുപോലെ അറിയാവുന്നതാണ്. പക്ഷേ അതല്ലാണ്ടാക്കുക എന്നുള്ളത്, അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാതെ ആക്കുക എന്നുള്ളത് ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ കാലം തൊട്ടേയുള്ള ഒരു തന്ത്രമാണ്. തന്ത്രമല്ല, കുതന്ത്രം. തന്ത്രം എന്ന് വെച്ചാൽ കുറച്ചതിന് മാന്യതയുണ്ട്. കുതന്ത്രം എന്ന് വെച്ചാൽ എന്തോ ചെയ്യുക, അത് പാർട്ടിക്ക് ദോഷം വരാത്ത രീതിക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ സ്വത്ത് തർക്കമായോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമായോ മറ്റു തലത്തിലോ കൊണ്ടുപോയി അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങൾ ഇങ്ങനെയാക്കി തീർക്കുക എന്ന കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലതും അറിയപ്പെടുന്നു, പലതും അറിയപ്പെടാതെ പോകുന്നു, ആർക്കും ശിക്ഷ കിട്ടൂല. അതുകൊണ്ട് ആൾക്കാർ ഇതിന് തുനിയുന്നു, ഒരു ബുദ്ധിമുട്ടില്ലാതെ കാശുണ്ടാകുന്നു, കുടുംബത്തെ പോറ്റുന്നു ഇവർ. അപ്പോൾ ആരും ഇതിന് ഈ കൊല്ലാനും കൊല്ലാക്കൊല ചെയ്യാനും എന്ത് വൃത്തികേട് ചെയ്യാനും ഈ നാട്ടിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് CPM എന്നല്ല യുവജന സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് അവളെ വളർത്തിയെടുക്കുകയാണ്. അതിന് ഒരു തടയിടാനാണ് നമ്മൾ ഇത്രയും ഈ 6 വർഷമായിട്ടും ഈ നിയമ പോരാട്ടത്തിന് അടിയുറച്ച് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഞങ്ങൾ പുറപ്പെട്ടതും അതിന് നമ്മുടെ കൂടെ ഈ നമ്മുടെ UDF പ്രസ്ഥാനവും അതുപോലെ ഏറ്റവും മനുഷ്യസ്നേഹിയായ നല്ലവരായ ഈ പ്രവൃത്തിയിൽ വളരെയധികം വേദനിക്കുന്ന ഇത്രയും ശരി.